ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഡിസംബർ 31 ദിവസവും ഈ നക്ഷത്ര ജാതകർ മഹാഭാഗ്യത്തിൻ്റെ കൊടുമുടി കയറും. നിങ്ങൾ ഈ നക്ഷത്രത്തിലുള്ള ആളുകളാണെങ്കിൽ ഈ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2025 ഡിസംബർ മാസത്തിലെ രാശിഫലം വെച്ച് വിവിധ രാശി ചിഹ്നങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വന്നു ചേരുക. മേടം, ചിങ്ങം, കന്നി, തുലാം, ധനു, കുംഭം, മീനം എന്നീ രാശിക്കാർക്ക് ഈ മാസം വളരെയധികം ഭാഗ്യവും വിജയവും വന്നു ചേരും. സാമ്പത്തികമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ ഉന്നമനങ്ങൾ, കുടുംബപരമായ സന്തോഷങ്ങൾ എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇടവം, മിഥുനം, കർക്കിടകം, വൃശ്ചികം, മകരം എന്നീ രാശിക്കാർക്ക് വളരെയധികം വെല്ലുവിളികളും വളരെയധികം ശ്രദ്ധിക്കേണ്ട സാഹചര്യവുമാണ് വന്നു ചേരുക. പ്രധാനമായും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലും സാമ്പത്തികമായ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. ഇനി രാശിഫലം നോക്കാം. മേടം രാശിക്കാർക്ക് ഈ ഡിസംബർ മാസം വളരെയധികം ശുഭകരമായിരിക്കും. ജോലികളിൽ മികച്ച ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബഹുമാനവും സ്ഥാനമാനങ്ങളും നിങ്ങളുടെ വർദ്ധിക്കുന്ന കാലമാണ്. സാമ്പത്തികമായ ലാഭത്തിനുള്ള സാധ്യതകൾ വന്നു ചേരും. നിങ്ങളുടെ ബുദ്ധിശക്തിയും സംസാരശേഷിയും ഉപയോഗിച്ച് വളരെയധികം കാര്യങ്ങൾ ഈ മാസം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. കമ്മീഷൻ, കരാർ ജോലിക്കാർ എന്നിവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ തൊഴിൽ രംഗത്തും ബിസിനസ്സിലുമെല്ലാം വളർച്ചയുണ്ടാകും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങിക്കിട്ടുന്ന കാലമാണ്. പിതാവിൻ്റെ സഹായത്തോടെ തന്നെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുവാൻ കഴിയും. കടബാധകളിൽ നിന്നും രോഗങ്ങളിലുമെല്ലാം നിങ്ങൾക്ക് ഈ മാസം മുക്തി നേടുവാൻ കഴിയുന്നതാണ്. ഭൂമി, കെട്ടിടം എന്നിവയുടെ കച്ചവടത്തിൽ വളരെയധികം ധനലാഭം പ്രതീക്ഷിക്കാം. കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാകും. നിങ്ങൾ അവിവാഹിതരായ ആളുകളാണെങ്കിൽ വിവാഹ ഭാഗ്യവും വന്നു ചേരും. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവ രാശിക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാകും വന്നു ചേരുക. പണം, ആരോഗ്യം, സമയം എന്നിവ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാലമാണ്. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നതാണ്. ഇത് ജോലിയെയും ബാധിക്കാം. ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്നത് മുമ്പ് നല്ല ഉപദേശം തേടുന്നത് ഗുണകരമാകും. ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം ജോലികൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട കാലമാണ്. ഒരു രീതിയിലുമുള്ള തിടുക്കം കാണിക്കരുത്. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയബന്ധങ്ങളിലും ശ്രദ്ധിക്കേണ്ട കാലമാണ്. നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുന്നതും വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാകും വന്നു ചേരുക. തുടക്കത്തിൽ നല്ല പിന്തുണ ലഭിക്കും. സ്ഥാനക്കയറ്റത്തിനുള്ള ഭാഗ്യമുണ്ട്. പരീക്ഷ എഴുതിയ ആളുകൾക്ക് വിജയം പ്രതീക്ഷിക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ബിസിനസ് വിപുലീകരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല സമയമാണ്. എന്നാൽ മാസത്തിൻ്റെ മധ്യത്തിൽ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. എതിരാളികൾ ശല്യമാകുവാൻ ഇടയുള്ള കാലമാണ്. സാമ്പത്തികപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രണയബന്ധങ്ങളിൽ വലിയ ചുവടുകൾ എടുക്കുന്നതിന് മുമ്പ് ആലോചിക്കുന്നത് ഗുണകരമായി ഭവിക്കും. ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ വളരെയധികം പ്രതീക്ഷയുടെ കാലമാണ്. തുടക്കത്തിൽ ജോലിയിൽ വിജയം പ്രതീക്ഷിക്കാം. പ്രമുഖ വ്യക്തികളുടെ സഹായം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാ രീതിയിലുമുള്ള പിന്തുണ വന്നു ചേരും. പിതൃസ്വത്ത് ലഭിക്കുവാനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം നല്ല സമയമാണ്.
നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്ന കാലമാണ്. മാസത്തിൻ്റെ മധ്യത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരോഗ്യവും സാധനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്തണം. മാസത്തിൻ്റെ അവസാനത്തോടെ വളരെയധികം വിജയത്തിൻ്റെ കാലമാണ്. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ മാറ്റങ്ങൾക്കും വിപുലീകരണത്തിനും വളരെ നല്ല സമയം കൂടിയാണ്. പ്രണയബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങ രാശിക്കാർക്ക് ഈ ഡിസംബർ മാസം ഭാഗ്യവും വിജയവും നിറഞ്ഞിരിക്കുന്ന കാലമാണ്. ജോലികളിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയുണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സമൂഹത്തിൽ ബഹുമാനവും നിങ്ങൾക്ക് വളരെയധികം പേരും പ്രശസ്തിയും വർദ്ധിക്കും. ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനും കൂടുതലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. വിദേശത്ത് നിന്നുള്ള ബിസിനസ്സുകാർക്ക് ഇത് വളരെ നല്ല സമയമാണ്. പരീക്ഷ എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ വിജയം തന്നെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. വിവാഹം ഉറപ്പിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. മാസത്തിൻ്റെ അവസാനത്തോടെ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ എതിരാളികളിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ വളരെ നല്ല സമയമാണ്. നിങ്ങളുടെ പങ്കാളിയുമായി സന്തോഷകരമായ ജീവിതം പങ്കിടുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതവും വളരെയധികം സുഖപ്രദമായി ഭവിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് ഡിസംബർ മാസം, അതായത് ഈ മാസം നിങ്ങൾ ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നടക്കുവാനും സ്വപ്നങ്ങളെല്ലാം തന്നെ സഫലമാകുവാനുമുള്ള സമയമാണ്. അതായത് ഭാഗ്യം എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ടാകും. ഏതെങ്കിലും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. തീർത്ഥാടനത്തിന് പോകുവാനുള്ള ഭാഗ്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തും പുറത്തും ബഹുമാനം വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ്. കോടതി കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായി വിധി ലഭിക്കും. ഭൂമി, കെട്ടിടം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്. മാസത്തിൻ്റെ അവസാനത്തോടെ ദേഷ്യം നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിക്കണം. തനിച്ച് കഴിയുന്ന ആളുകൾക്ക് പുതിയ ബന്ധങ്ങൾ വന്നു ചേരും. വിവാഹം ഉറപ്പിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ വിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സുഖപ്രദമായി ഭവിക്കുന്ന കാലം കൂടിയാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് ഈ മാസം ഭാഗ്യത്തിൻ്റെ തുടക്കമാണ്. അതായത് തുടക്കം മുതൽ ഭാഗ്യത്തിൻ്റെ പിന്തുണ ലഭിക്കും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്നതാണ്. സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും. അതുപോലെ വരുമാന സ്രോതസ്സുകളും വർദ്ധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ ബുദ്ധിശക്തിയും വിവേകവും ഉപയോഗിച്ച് എതിരാളികളെയെല്ലാം തന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ ശ്രവിക്കുവാൻ കഴിയും. കുടുംബത്തോടൊപ്പം യാത്ര പോകുവാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള കാലമാണ്. പ്രണയബന്ധങ്ങളിൽ നല്ല സമയം കൂടിയാണ്. പങ്കാളിയുമായി സന്തോഷം പങ്കിടുവാനുള്ള അവസരം ലഭിക്കും. പ്രണയം വിവാഹത്തിലേക്ക് എത്തുവാനുമുള്ള യോഗമുണ്ട്. അതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും വളരെയധികം സന്തോഷപ്രദമായിരിക്കും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിച്ചാൽ മാത്രം മതി. ആദ്യ പകുതി ഭാഗ്യവും വിജയവും നിറഞ്ഞതായിരിക്കും. ജോലി സ്ഥലത്ത് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മാറ്റം ലഭിക്കുവാനും ശമ്പള വർധനവിനുമുള്ള ഭാഗ്യമുണ്ട്. സഹപ്രവർത്തകരുടെ പിന്തുണ വന്നു ചേരും. ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്ന കാലമാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെയധികം ലാഭം ലഭിക്കും. മാസത്തിൻ്റെ മധ്യത്തിൽ ബുദ്ധിശക്തിയും സംസാരശേഷിയും ഉപയോഗിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. കുടുംബാംഗങ്ങളുടെ പിന്തുണ വന്നു ചേരും. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നല്ല ഫലം പ്രതീക്ഷിക്കാം.
തൊഴിൽ രഹിതരായ ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. മാസത്തിൻ്റെ അവസാനത്തോടെ സഹപ്രവർത്തകരുമായി തർക്കങ്ങളുണ്ടാകാം. ബിസിനസ്സിൽ എതിരാളികളിൽ നിന്നും കടുത്ത മത്സരം നേരിടേണ്ടി വരും. പ്രണയബന്ധങ്ങളിൽ പങ്കാളിയുടെ പിന്തുണയുണ്ടാകും. ദാമ്പത്യ ജീവിതം വളരെയധികം സുഖപ്രദമായിരിക്കും. ആരോഗ്യം സാധാരണ നിലയിലേക്ക് കുതിക്കുന്നതാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. ധനുരാശിക്കാർക്ക് ഈ മാസം ഭാഗ്യവും വിജയവും നിറഞ്ഞതായിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് ചെറിയ യാത്രകൾ ചെയ്യേണ്ടി വരുന്ന കാലമാണ്. യാത്രകളിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ കഴിയും. ഇത് പിന്നീട് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ്. വിവാഹ ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ ചടങ്ങുകൾ നടക്കും. സാമ്പത്തികമായി നല്ല സമയം കൂടിയാണ്. നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളെല്ലാം തന്നെ വർദ്ധിക്കുന്ന കാലമാണ്. ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. പങ്കാളിത്ത ബിസിനസ്സിൽ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ട കാലമാണ്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരും. കൃത്യസമയത്ത് ജോലികളെല്ലാം തന്നെ പൂർത്തിയാക്കുവാൻ കഴിയുന്ന കാലമാണ്. മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ബഹുമാനം ലഭിക്കും. മാസത്തിൻ്റെ മൂന്നാം ആഴ്ചയിൽ ദേഷ്യം നിയന്ത്രിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ആരോഗ്യ കാര്യങ്ങളിലും ബന്ധങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കണം. പ്രണയബന്ധങ്ങളിൽ സ്നേഹവും സൗഹൃദവും വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായി ഭവിക്കുന്ന കാലം കൂടിയാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. മകര രാശിക്കാർക്ക് ഈ മാസം സമ്മിശ്രമായ ഫലങ്ങൾ വന്നു ചേരും. ജോലികളിൽ വിജയം നേടുവാൻ മറ്റുള്ള ആളുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. തുടക്കത്തിൽ എതിരാളികൾ ശല്യമുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന മാസമാണ്. വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ടാകും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകും. കോടതിയെ സമീപിക്കേണ്ട ഒരു സ്ഥിതി സംജാതമാകുന്ന കാലമാണ്. മാസത്തിൻ്റെ രണ്ടാം ആഴ്ചയിൽ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ കുറച്ച് ആശ്വാസം ലഭിക്കും. നിങ്ങൾ സഹപ്രവർത്തകരുടെ സഹായം വന്നു ചേരും. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി സംബന്ധമായ യാത്രകൾ ഗുണം ചെയ്യുന്ന കാലമാണ്. ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം. അവസാന ആഴ്ചയിൽ തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ യാതൊന്നും എടുക്കരുത്. പ്രണയബന്ധങ്ങളിൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തെറ്റായ തീരുമാനങ്ങളിലേക്ക് കുതിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഈയൊരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിൽ പങ്കാളി നിങ്ങൾക്ക് താങ്ങായി മാറുന്ന കാലമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിക്കാർക്ക് ഡിസംബർ മാസം തുടക്കം മുതൽ ഭാഗ്യവും വിജയവും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കാലത്തെ പ്രയത്നങ്ങൾക്ക് ഈ മാസം ഫലം വന്നു ചേരും. സർക്കാർ സഹായത്തോടെ സാമ്പത്തികമായ ലാഭം നേടുവാൻ കഴിയുന്നതാണ്. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽ രഹിതരായ ആളുകൾക്ക് ജോലി പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. കുടുംബപരമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും. കുടുംബത്തിലെ അംഗങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുവാനുള്ള അവസരം വന്നു ചേരും. ബിസിനസ്സിൽ പണം തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇത് വരുമാന സ്രോതസ്സായി മാറുന്ന കാലം കൂടിയാണ്. തീരുമാനങ്ങൾ ഏതെന്നും എടുക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. പരീക്ഷ എഴുതുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ കമ്മീഷൻ ജോലിക്കാർക്കും നല്ല ഫലം പ്രതീക്ഷിക്കാം. വീട്ടമ്മമാർക്ക് മതപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. പ്രണയബന്ധങ്ങളിൽ സ്നേഹവും സൗഹൃദവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതത്തിലെ പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്തുവാനുള്ള യോഗമുണ്ട്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനരാശിക്കാർക്ക് ഈ മാസം വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്ന ദിവസങ്ങളാണ്. ജോലികളിൽ വിജയം പ്രതീക്ഷിക്കാം. സ്വപ്നങ്ങൾ സബലീകരിക്കുവാൻ എല്ലാവരുടെയും സഹായം വന്നു ചേരും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. തൊഴിൽ രംഗത്ത് വിജയം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ വിപണിയിൽ സ്വാധീനം വർദ്ധിക്കും. നല്ല ലാഭം ലഭിക്കുന്ന കാലമാണ്. കരാർ ജോലിക്കാർക്ക് വലിയ പ്രൊജക്റ്റുകൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. സർക്കാർ തലത്തിൽ ബഹുമാനം വർദ്ധിക്കുന്നതാണ്. ജോലി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വിജയം പ്രതീക്ഷിക്കാം. യുവാക്കൾക്ക് വിനോദങ്ങളിൽ സമയം ചെലവഴിക്കാനുള്ള അവസരം വന്നു ചേരും. കുടുംബത്തോടൊപ്പം യാത്ര പോകുവാനുള്ള ഭാഗ്യമുണ്ട്.
പ്രണയബന്ധങ്ങളിൽ പുതിയ സൗഹൃദങ്ങൾ പ്രണയമായി മാറുന്ന കാലമാണ്. പങ്കാളികൾക്കിടയിലുള്ള വിശ്വാസം വളരെയധികം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായി ഭവിക്കുന്നതാണ്. മാസാവസാനം കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയും. ആരോഗ്യകാര്യങ്ങളെല്ലാം തന്നെ സാധാരണ നിലയിലായി ഭവിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.